മേയറായതിനു ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ മാലിന്യം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ പ്രത്യക്ഷപ്പെടും. 2 ദിവസം കഴിയുമ്പോൾ അത് ഇല്ലാതൊക്കെ വരും. ഞങ്ങൾ 6 മാസം, അതായത് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് മിനിമം ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ റെയ്ഡോ ചാനലുകളുമായിട്ടുള്ള പോക്കോ ഒന്നും നടത്തിയില്ല. ഒരു പരിധിവരെ ജനങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ജീവനക്കാരെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോഴാണ് അങ്ങ് വലിച്ചെറിയുക, വാർത്ത വരുത്തുക, ബോധപൂർവം വാർത്ത വരിക. തീർച്ചയായിട്ടും പോലീസുമായിട്ട് സംസാരിച്ചു. 2 ആക്ഷൻ. ഒരാൾ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന ഒരാളിനെ കോർപ്പറേഷൻ ജീവനക്കാർ തടഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ കയറ്റി ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുത്തു. 24 മണിക്കൂറിനകം തിരുവനന്തപുരത്തെ പോലീസ് അയാളെ തമിഴ്നാട്ടിൽ പോയി ചെന്ന് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കി. അതിനുശേഷം ഒരു ഇൻസിഡന്റിൽ കൂടി അറസ്റ്റ് ചെയ്യുകയും പിടിച്ച വാഹനങ്ങൾ ഒരു വാഹനം 25 ലക്ഷം രൂപയുടേതാണ്, ബാക്കിയൊക്കെ 5-10 ലക്ഷം രൂപ ആട്ടോറിക്ഷയാണ്. ഒരു വാഹനവും ഏത് നേതാവ് വിളിച്ചു പറഞ്ഞാലും വിടാതെ കോർപ്പറേഷൻ മുമ്പിൽ എല്ലാവരും കാണത്തക്കെ പ്രദർശിപ്പിക്കുകയും കൂടി ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ആ ബുദ്ധിമുട്ടേ ഒഴിവായി കഴിഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് പോലീസിന്റെ അതുപോലെ തന്നെ പാളയത്ത് 45 വർഷമായിട്ട് ഒരു കൂട്ടം മീൻ വിൽക്കണമെങ്കിൽ 25 രൂപയാണ് കോർപ്പറേഷൻ തരുന്നത്. 500 രൂപ പെർ ഡേ വാങ്ങുകയാണ്. എവിടെയാണ്? അപ്പുറത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ്, ഇപ്പുറത്ത് കോർപ്പറേഷന്റെ മേയർ ഇരിക്കുന്നതിനിടയ്ക്കുള്ള പാളയം എന്ന് പറയുന്ന കണ്ണായ സ്ഥലത്ത് കണ്ണിവേര മാർക്കറ്റിൽ ഒരാളിന്റെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ച് 200 പേരുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ ഫോർ ദ ലാസ്റ്റ് 45 ഇയേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ജോലിയും ചെയ്യാതെ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന്റെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടുണ്ടായി. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മടിയുമില്ല അത് പറയാൻ വേണ്ടി. ഞങ്ങളൊരു സമരം നടന്നു.